കൊറോണ കാലം ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ വളർച്ചയിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് അന്ന് തുടങ്ങിയ ആ ശീലം വളരെയധികം വളർച്ച കൈവരിക്കുകയുണ്ടായി. ഇന്ന് നല്ലൊരു ശതമാനം വ്യാപാരവും നടക്കുന്നത് ഓൺലൈനിലൂടെയാണ്, പ്രത്യേകിച്ച് യുവതലമുറ. ഇതിന് ഗുണവും ദോഷവും ഉണ്ട്. സാധാരണക്കാർക്ക് ഇന്ത്യയിൽ എവിടെയും ഉൽപ്പാദിപ്പിക്കുന്നതോ വ്യാപാരം ചെയ്യുന്നതോ ആയ ഐറ്റംസ് ഇന്ത്യയിൽ എവിടെയും ഓൺലൈൻ വഴി അവൈലബിൾ ആണ്. കൂടാതെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുവഴി സാധാരണക്കാർക്ക് നേട്ടവും ഉണ്ടായി. പക്ഷേ സംസ്ഥാനത്തെ വ്യാപാരത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്. അതേസമയം നാട്ടിലുള്ളവർക്ക് അവരുടെ പ്രോഡക്ട്സ് ഇന്ത്യയിൽ എവിടെയും വിൽക്കുവാനുള്ള സുവർണ അവസരവും കൈവന്നു. അടുത്ത കാലത്തായി ഒട്ടനവധി ആളുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ചാനൽ വഴി അവരുടെ പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നുണ്ട്. പുതുതായി ലിസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം GST രജിസ്ട്രേഷനും അതിൻ്റെ കംപ്ലയൻസും ഒരു പ്രതിബന്ധമാണ്. അങ്ങനെ മാറി നിൽക്കുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കും ഇനി ഓൺലൈൻ ബിസിനസ് നടത്താം. GST രജിസ്ട്രേഷൻ ഇല്ലാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പോർട്ടലിൽ കൂടി നിങ്ങൾക്കും ഇനി നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽക്കുവാനുള്ള നിബന്ധനകളെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. 1. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമേ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾ അഥവാ അന്തർ സംസ്ഥാന വിൽപ്പന ഉണ്ടാവാൻ പാടില്ല. 2. നിങ്ങൾക്ക് നിർബന്ധമായും പാൻ അഥവാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. 3. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് മുൻപായി അവരവരുടെ പാൻ ഡീറ്റെയിൽസ്, പ്ലേസ് ഓഫ് ബിസിനസ്, ഗുഡ്സ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് അഥവാ യൂണിയൻ ടെറിട്ടറിയുടെ പേര് വിവരങ്ങൾ തുടങ്ങിയവ GST കോമൺ പോർട്ടൽ സൈറ്റിൽ പരസ്യപ്പെടുത്തിയതായി ഉറപ്പുവരുത്തണം. 4. മേൽപ്പറഞ്ഞ പ്രകാരം കോമൺ പോർട്ടലിൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തി കഴിയുമ്പോൾ ഒരു എൻറോൾമെന്റ് നമ്പർ ലഭിക്കുന്നതാണ്. 5. അതുപോലെ ഒരു സ്റ്റേറ്റ് അഥവാ യൂണിയൻ ടെറിട്ടറിയിൽ ഒരു പാൻ നമ്പറിന് ഒന്നിൽ കൂടുതൽ എൻറോൾമെന്റ് നമ്പർ ലഭിക്കുകയില്ല. 6. മേൽപ്പറഞ്ഞ പ്രകാരം എൻറോൾമെന്റ് നമ്പർ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സപ്ലൈ തുടങ്ങുവാൻ പാടുള്ളൂ. അതായത് ഗുഡ്സ് സപ്ലൈ തുടങ്ങണമെങ്കിൽ എൻറോൾമെന്റ് നമ്പർ കമ്പൽസറി ആണ്. 7. പിന്നീട് എപ്പോഴെങ്കിലും നോർമൽ GST രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞ പ്രകാരം കോമൺ പോർട്ടൽ വഴി ലഭിച്ച എൻറോൾമെന്റ് നമ്പർ അസാധുവായി തീരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.